ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും? സാധ്യതയില്ല. എല്ലാവരും ഓരോരോ പ്രതീക്ഷകളോടെയാണ് അവരുടെ പുതിയ കാൽച്ചുവടുകൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ പ്രതീക്ഷകളുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷ വെച്ച കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചതിനേക്കാളൊക്കെ താമസം എടുക്കും അത് നടപ്പിലാക്കാൻ. കാലതാമസം എടുക്കുന്ന പ്രതീക്ഷകളുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടും, ഈ കാര്യം നടക്കത്തില്ല എന്നുള്ളത്. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ, അതായത് നമ്മൾ പ്രതീക്ഷ വെച്ച കാര്യം നടക്കത്തില്ലെന്നോ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ വെച്ച കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും അത് നടപ്പിലാകാൻ എന്നുള്ള സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നിരാശ. ഈ നിരാശ വലിയൊരു പ്രശ്നമാണ്. നിരാശ എന്ന് പറയുന്ന ഈ തീപ്പൊരി ഉണ്ടല്ലോ, അതിങ്ങനെ ഊതി 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 ആളി കത്തുന്നൊരു തീയാക്കി മാറ്റാൻ സാധിക്കുന്ന പരുവത്തിലുള്ള കുറേ ആളുകളും കാണും നമ്മുടെ ചുറ്റുപാടും എപ്പോഴും. ഈ ആളുകൾ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നറിയുമോ? ചിലർ നമ്മുടെ അടുത്ത സ്നേഹിതരായതുകൊണ്ട് തന്നെ അവരുടെ ഉപദേശങ്ങളും അവരുടെ ഇടപെടലൊക്കെ ഭയങ്കര സ്നേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും. അപ്പോൾ ഭയങ്കര സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കും. ചിലരങ്ങനെയല്ല, നമ്മുടെ അടുത്ത ബന്ധുവാണ്, അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ എന്നായിരിക്കും. എന്തുവാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം, അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് നമ്മളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അവർ ഇടപെടുന്നത്. അങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ്. നമ്മുടെ നിരാശ ചിലപ്പോൾ നമ്മളെ വർദ്ധിപ്പിച്ചു നിൽക്കും. ചിലരങ്ങനെയല്ല, നമ്മളെക്കുറിച്ച് ഒരു ദോഷവും ആഗ്രഹിക്കാത്ത ഒരാളാണ്, നമ്മളെക്കുറിച്ച് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരുടെ ഇടപെടലിൽ ഉണ്ടാകുന്നത് പ്രാർത്ഥനാ വാഗ്ദാനങ്ങളൊക്കെയാണ്. ഏതായാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളോട് അടുക്കുന്ന സമയത്ത് നമ്മുടെ നിരാശ വർദ്ധിച്ചു വരികയാണ് എന്ന് ബോധ്യം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഈ നിരാശ വർദ്ധിക്കുന്നത് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ നൈസായി അവരോട് പിണങ്ങരുത്. പിണങ്ങാതെ അവരെ പതിയെ നമ്മുടെ ലൈഫിൽ നിന്ന് അകറ്റി അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. അവരിൽ നിന്ന് പതുക്കെ അങ്ങ് ഊരിപ്പോയില്ല. അതല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും നമ്മളാണ്. ഇനി നമുക്ക് പ്രാർത്ഥന ആവശ്യമാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നത് വളരെ രഹസ്യമായിരിക്കണം. ഇനി പ്രാർത്ഥന ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതവരെ ബാധിക്കുന്നതുമില്ല. എന്നാൽ ഈ നിരാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളയണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ വഴി, നമ്മുടെ പ്രതീക്ഷ വെച്ച കാര്യമുണ്ടല്ലോ, അത് വൈകുന്നു എന്ന് തോന്നുമ്പോൾ നിരാശപ്പെടാതെ അതിനിടയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ചെയ്യാനുള്ള മറ്റ് കാര്യങ്ങളെ കണ്ടുപിടിക്കുക, അതിനകത്തേക്ക് അലസതയില്ലാതെ വ്യാപൃതനാക്കുക എന്നുള്ളതാണ്. അതല്ല, നമ്മൾ പ്രതീക്ഷിച്ച കാര്യം ഏതെങ്കിലും ഒരു സമയത്ത് നടക്കത്തില്ല എന്നൊരു റിസൾട്ട് വന്നാൽ അന്നേരം നമ്മുടെ നിരാശയിലേക്ക് പോകാതെ ആ പ്രതീക്ഷ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന മറ്റൊരു കാര്യത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നീടുള്ള പ്രതീക്ഷ നമ്മൾ അവിടെ ആയിരിക്കണം. ഏതായാലും അങ്ങനെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിരാശ എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. എന്തിനാ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ? പോട്ടവില്ല.